ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ മരത്തെക്കുറിച്ചല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു ഔഷധ കലവറയായി നമ്മൾ ഉപയോഗിക്കുന്ന അശോക മരത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം. ആ പേരിൽ തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. സംസ്കൃതത്തിൽ അശോക എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തത് അല്ലെങ്കിൽ ശോകമില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? ആ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. അതായത് ഇതൊരു വെറും ചെടിയോ മരമോ അല്ല, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലും ആത്മീയതയിലുമൊക്കെ ഇതിന് വലിയൊരു സ്ഥാനമാണുള്ളത്. എന്തിന്? പ്രണയത്തിന്റെ ദേവനായ കാമദേവന് സമർപ്പിക്കപ്പെട്ട മരമാണിത്. അപ്പോൾ ഓർത്തു നോക്കൂ, എത്രത്തോളം ഐതിഹാസികമാണ് ഇതിന്റെ സ്ഥാനമെന്ന്. അപ്പോ അടുത്ത ചോദ്യം, എന്താണ് ഈ മരത്തിന് ഇത്രയും ശക്തി കൊടുക്കുന്നത്, അല്ലേ? അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ രാസഘടന എന്ന് പറയുന്നത് ശരിക്കും ഒരു രോഗശാന്തിക്കുള്ള ഒരു ആയുധപ്പുര പോലെയാണ്. ഇപ്പൊ നോക്കൂ, ഈ മരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ തരം ഔഷധ ഘടകങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് അതിന്റെ തൊലിയിൽ ടാനിനുകൾ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ ടാനിനുകളാണ് മുറിവൊക്കെ ഉണക്കാനും അണുബാധ തടയാനും ഒക്കെ സഹായിക്കുന്നത്. അതുപോലെ ഗ്ലൈക്കോസൈഡ്, കീറ്റോസ്റ്റിറോൾ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. ശരി, അപ്പോൾ കെമിസ്ട്രിയൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ യഥാർത്ഥ അത്ഭുതങ്ങളിലേക്ക് കടക്കാം. ഒരു വൈദ്യനെ പോലെ നമ്മുടെ ശരീരത്തിൽ ഇത് ചെയ്യുന്ന മാജിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അശോകമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രശസ്തമായ ഉപയോഗമെന്ന് പറയുന്നത് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ഗർഭപാത്രത്തിന് ഒരു ടോണിക് പോലെയാണിത് പ്രവർത്തിക്കുന്നത്. അതായത് ആർത്തവ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അശോകമരത്തിന്റെ തൊലി ഒരു വലിയ പരിഹാരമാണ്. ഇപ്പോൾ ക്രമരഹിതമായ ആർത്തവം, സഹിക്കാൻ പറ്റാത്ത വയറുവേദന, അതുമാത്രമല്ല ഫൈബ്രോയിഡുകൾ, സിസ്റ്റുകൾ, അങ്ങനെയുള്ള അവസ്ഥകൾക്ക് പോലും ഇത് പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്നുണ്ട്. പിന്നെ ആർത്തവം പെട്ടെന്ന് നിന്നുപോകുന്ന അമിനോറിയ, പിന്നെ ഈ വെള്ളപ്പോക്ക്, അതായത് ല്യൂക്കോറിയ, ഇതിനൊക്കെ ഇത് വളരെ ഫലപ്രദമാണെന്നാണ് പറയുന്നത്. ഈ പറയുന്നതുപോലെ തന്നെ ഇതിന്റെ ഔഷധഗുണം നേരെ ഗർഭാശയ പേശികളിലും എൻഡോമെട്രിയത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അമിതമായ ബ്ലീഡിംഗ് നിയന്ത്രിക്കാനും വേദന കുറയ്ക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യകാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു കഴിവിലേക്ക് പോകാം. നമ്മുടെ ശരീരത്തിലെ വിഷാംശം കളയാനുള്ള ഇതിന്റെ കഴിവ്. അതായത് ശരീരത്തിനും ചർമ്മത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ശുദ്ധീകാരിയാണിത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് രക്തത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്യാൻ സഹായിക്കും. അതിന്റെ ഫലമായിട്ടോ അലർജികള്, മുഖക്കുരു, പൊള്ളല്, അങ്ങനെയുള്ള ഒരുപാട് ചർമ്മപ്രശ്നങ്ങൾ ഇത് നേരിടും. ഇതിനായിട്ടുള്ള ആന്റിഫംഗല്, ആന്റിബാക്ടീരിയൽ ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ അവയവങ്ങളുടെയും ഒരു സംരക്ഷകനായിട്ട് ഈ അശോകമരം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, വയറിലെ വിരകളെ നശിപ്പിക്കുന്നത് മുതൽ പൈൽസ്, പ്രമേഹം, എന്തിന് കിഡ്നി സ്റ്റോൺ വരെ, അങ്ങനെ നീളുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഇതിന്റെ ഔഷധ ഗുണങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ വൈവിധ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? ഇതിന്റെ തൊലി മുതൽ പൂ വരെ ഓരോ ഭാഗവും എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. മുഖക്കുരുവിനുള്ള ഒരു പഴയ നാട്ടുവിദ്യ. ഇതിന്റെ തൊലി നന്നായി തിളപ്പിച്ച് ഒരു കട്ടിയുള്ള കഷായമുണ്ടാക്കുക. അത് തണുത്ത ശേഷം കുറച്ച് കടുകെണ്ണ ചേർത്ത് മുഖക്കുരുള്ള ഭാഗത്ത് പുരട്ടിയാൽ മതിയെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, പൂക്കൾ പ്രമേഹത്തിന് ഉപയോഗിക്കുന്നു, വിത്ത് ആസ്മയ്ക്കും കിഡ്നിയിലെ കല്ലിനും, തൊലിയാണെങ്കിലോ സന്ധിവേദനയ്ക്കും ബുദ്ധിശക്തി കൂട്ടാനും വരെ ഉപയോഗിക്കുന്നു. അതായത് ഒരേ മരത്തിന്റെ ഓരോ ഭാഗവും ഓരോ രോഗത്തിനാണ് മരുന്ന്. അതാണ് ഇതിന്റെ ഒരു റേഞ്ച്. പക്ഷേ ഒരു കാര്യം, ഇത്രയധികം ശക്തിയുള്ള ഒരു ഔഷധം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില മുന്നറിയിപ്പുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇതെല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സുരക്ഷിതമാണോ? അതിനുള്ള ഉത്തരം അല്ല എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗർഭിണികൾ ഒരു കാരണവശാലും അശോകമരത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിന് കാരണമായേക്കാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് പച്ചമരുന്ന് പരീക്ഷിക്കുന്നതിന് മുമ്പും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് മറ്റ് അലർജികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയമൊന്ന് ഉപസംഹരിക്കാം. ഈ മരത്തിന്റെ പുരാതനവും പവിത്രവുമായൊരു ഭൂതകാലമുണ്ട്. പക്ഷേ അതിന്റെ വർത്തമാനകാലം കുറച്ച് അനിശ്ചിതത്വത്തിലാണ്. നമുക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരാം. നമ്മൾ കണ്ടില്ലേ ഇതിന്റെ സാംസ്കാരിക വേരുകൾ എത്ര ആഴത്തിലാണെന്ന്. ഹൈന്ദവ, ബുദ്ധ ക്ഷേത്രങ്ങളുടെ കവാടങ്ങളിൽ കാണുന്ന ഒരു പുണ്യവൃക്ഷമാണിത്. യക്ഷികളുമായി വരെ ഇതിന് ബന്ധമുണ്ട്.
പഴയ കവിതകളിലും കഥകളിലുമെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സംസ്കൃതത്തിൽ തന്നെ ഇതിന് 16 വ്യത്യസ്ത പേരുകളുണ്ട്. അപ്പോൾ ഓർത്തു നോക്കൂ അതിന്റെ പ്രാധാന്യം. പക്ഷേ ദുഃഖകരമായൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിന്റെ വന്യമായ ഇനങ്ങൾ പതിയെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വലിയൊരു ചോദ്യം ഇതാണ്: പുരാതനമായ ഈ അറിവുകളെ ബഹുമാനിക്കുന്നതോടൊപ്പം ഈ അത്ഭുത മരത്തെ അടുത്ത തലമുറയ്ക്കായി നമുക്ക് എങ്ങനെ കാത്തുസൂക്ഷിക്കാൻ കഴിയും? അതൊരു വലിയ ചോദ്യമാണ്.